ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു ഈദ് ഡേ വ്ളോഗാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 വീക്കെല്ലാം കഴിഞ്ഞല്ലേ. എന്നാലും എൻ്റെ വക എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എനിക്ക് തീരെ വയ്യാട്ട, ഭയങ്കരമായിട്ട് തണുപ്പ്, കണ്ണെന്നും മൂക്കെന്നും എല്ലാം ഇങ്ങനെ ഭയങ്കര തണുപ്പ് പിടിച്ചിട്ട് ആകെ അവശയായിട്ടാണ് ഉള്ളത്. അതാണ് കേട്ടാ ഇത്രയും ഡിലേ ആയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പെരുന്നാളിൻ്റെ രാവിലെ തന്നെ വേറെ തന്നെ ഒരു വൈബാണല്ലോ. പള്ളിയിൽ നിന്നുള്ള തക്ബീറും എല്ലാം കേട്ടിരിക്കാൻ തന്നെ വേറെ തന്നെ ഒരു രസമല്ലേ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ആണുങ്ങന്മാരെല്ലാം പള്ളിയിലേക്ക് പോയി. ആണുങ്ങന്മാർ എന്ന് പറയുമ്പോൾ ഉപ്പയും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടാളും പള്ളിയിലേക്ക് പോയ ടൈമിൽ നമ്മൾ കിച്ചണിലേക്കുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി മസാലക്കുള്ള ഉള്ളിയും ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളിയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നിട്ട് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. പെരുന്നാളൊക്കെ അല്ലേ. പിന്നെ ഇതാ കുളിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോക്കാന്ന്. അങ്ങനെ പെരുന്നാൾക്ക് കുളിക്കുമ്പോയാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ടൈം ആയാലും എല്ലാം ഒരു നിയത്തോട് കൂടി ചെയ്താൽ അതിന് പ്രത്യേക കൂലിയല്ലേ. പിന്നെ ഇതാ നിസ്കാര മുസല്ലയിലും നിസ്കാര കുപ്പായത്തിലും എല്ലാത്തിലും ഞാൻ കുറച്ച് അത്തറ് സ്പ്രെഡ് ആക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുസല്ലയിലും നിസ്കാര കുപ്പായത്തിലും എല്ലാം നല്ല സ്മെല്ലോടെ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ മുസല്ല എവിടെയുണ്ടോ അവിടെ എന്തായാലും അത്തറ് മസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തറ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ പെരുന്നാൾ നിസ്കാരമായാലും തറാവി ആയാലും എല്ലാം ജമാഅത്തായിട്ടാണ് കേട്ടോ നിസ്കരിക്കല്. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, എല്ലാവരും പണി ഓരോ സമയത്താണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് സമയമുള്ള സമയത്ത് അങ്ങനെ നിസ്കരിക്കുക ചെയ്തിട്ടുണ്ടായത്. എനിക്ക് തൊണ്ടക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അധികം ഡിലേ ആയിട്ട് ഈദ് ബ്ലോഗ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനിയിപ്പം മോളെ കുളിച്ചു കൊടുത്തിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കേണ്ട പണിയുണ്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റുകൊണ്ട് മോളും രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അടുത്ത ആരുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറക്കണേ നെട്ടും കേട്ടാ. അങ്ങനെ മോളെ കുളിച്ചു കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മുടിയെല്ലാം കെട്ടാൻ വേണ്ടിയിട്ട് മാച്ചായിട്ടുള്ള എന്ത് ക്ലിപ്പ് വാങ്ങിച്ചിട്ടും കാര്യമില്ല കേട്ടാ. ഇതാണ് അവസ്ഥ. എത്ര നല്ല മുഞ്ചിൽ മുടി വാരിക്കൊടുത്ത് ക്ലിപ്പ് ഇട്ട് കൊടുത്തതിനാലും അതപ്പം തന്നെ ഊരിച്ചാടും. എന്നിട്ട് തല ഇങ്ങനെ ഇട്ട് കുഴച്ചിട്ട് ആ മുടിയേ ഇങ്ങനെ കേളി പോലെ ആക്കി വെക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഇങ്ങനെ മുടിയെല്ലാം വാരി ഓരോ ക്ലിപ്പെല്ലാം ഇട്ട് കൊടുക്കാൻ. ഓരോ കുട്ടികളെല്ലാം കാണുമ്പോൾ ഇങ്ങനെ കൊതിയാകും. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ മോള് ചെറുതിലേ ഒരു ഹെയർ ബാൻഡ് പോലും വെക്കാൻ സമ്മതിക്കലില്ലേനോ. ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രമേ ഇടൂ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കുറച്ച് കംഫർട്ടാണെന്ന് തോന്നിയ ടൈപ്പ് ഡ്രസ്സ് മാത്രമേ ഇടൂ. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മുടി ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തുകൊണ്ടും പറ്റിയിട്ടുണ്ടായില്ല. അത് അവിടെ ഊരിക്കളഞ്ഞിട്ടുണ്ടേനു. പെൺകുട്ടികളുള്ള അമ്മമാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ ഒരുക്കി നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ മോൾക്ക് എന്താണെന്നറിയില്ല, കുറേ ക്ലിപ്പെല്ലാം വാങ്ങിച്ചു വെച്ചാലും ഒന്നും യൂസ് ആക്കൂല. അപ്പോൾ ഇതെൻ്റെ മെയിൻ ഔട്ട്ഫിറ്റ് അല്ല കേട്ടാ. ഇത് രാവിലെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതേനു. ഒരു നോർമൽ ചുരിദാറാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഔട്ട്ഫിറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ കുളിച്ച് നിസ്കരിച്ചിട്ട് പുതിയൊരു ഡ്രസ്സ് ഇടണമല്ലോ, അങ്ങനെ ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാ മോളെ അവസ്ഥ ഇപ്പം ഇതാണ് കേട്ടോ. താഴെയാണെങ്കിൽ മേലേക്ക് ഇറങ്ങണം, മേലിലാണെങ്കിൽ താഴേക്ക് ഇറങ്ങണം. അപ്പം നോക്കി നിൽക്കല് ഞാൻ ഇപ്പോഴത്തെ മെയിൻ പണി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പം നെയ്പ്പത്തിലും ബീഫ് കറിയേനു. അങ്ങനെ എല്ലാ പെരുന്നാൾക്കും നമ്മളെ മെയിൻ ഭക്ഷണം നെയ്പ്പത്തിലാണ് കേട്ടോ. രാവിലത്തെ ഫുഡ് എപ്പോഴും പെരുന്നാൾക്ക് നെയ്പ്പത്തിലായിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വരുന്നവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പാലോദിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നവർക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാലോദി. എൻ്റെ ഉപ്പാൻ്റെ ഏട്ടനും അനിയനും പെങ്ങളും എല്ലാം വീട്ടിൻ്റെ അടുത്തടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾക്ക് നല്ല രസമാണ് കേട്ടോ. എല്ലാവരും അപ്പുറത്തേക്ക് പോകും, അപ്പുറത്തുനിന്ന് എല്ലാവരും ഇപ്പുറത്ത്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയുള്ള ഈദ് മുബാറക്ക് പറയലും എല്ലാം നല്ല രസമല്ലേ. എന്താണെന്നറിയില്ല, ഒരു പെരുന്നാളിൻ്റെ അന്ന് ഒരു രാവിലെയാണ് പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. ആ ഒരു തക്ബീർ ചൊല്ലുന്ന ആ ഒരു സമയം തൊട്ട് ആ ഒരു ചോറ് തിന്ന സമയം വരെ ഭയങ്കര ഒരു വൈബ് തന്നെയായിരിക്കും. പിന്നെ കിച്ചണിൽ വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ബാക്കി ക്ലീനിങ്ങും കട്ടിങ്ങും എല്ലാം ആദ്യമേ കഴിഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാതെ വിചാരിച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ടുണ്ട്.
പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് വേറെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു ഔട്ട്ഫിറ്റിൽ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. മോളെ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല ഈ ഒരു സമയത്ത്. അപ്പൊ രാവിലെ തന്നെ 5:30 എണീറ്റതാന്നല്ല നമ്മളെ കൂടെ തന്നെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടാ. ഒരു 9 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് മോൾ അവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോളുടെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ കിട്ടിയിട്ടേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ എന്തായാലും ഉറങ്ങിപ്പോകുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ആക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കി. പക്ഷെ എന്ത് കാരണവശാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മോള് കുറേ സമയം ഉറങ്ങിയോണ്ട് തന്നെ ആ ഒരു സമയത്തെ ഫോട്ടോ ഇട്ട് അതുകൊണ്ട് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എന്താ പിന്നെ എപ്പോഴെങ്കിലും ആ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സമാധാനിച്ച്. പിന്നെ ഇതാ ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്പെക്സ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ഒരു സ്പെക്സ് എനിക്ക് ചേരുന്നില്ല എന്ന്. ഞാൻ പൊതുവേ ഇങ്ങനെ ഭയങ്കര റൗണ്ട് ഷേപ്പിലുള്ള സ്പെക്സ് ഇട്ട് ശീലമായതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ എല്ലാവർക്കും ഒരു ചേരാത്ത പോലെ തോന്നുന്നത്. എന്നാൽ പിന്നെ സാധാരണ രീതിയിൽ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ കേട്ടാ ഉപ്പ ഇവിടുന്ന് പേരൊക്കെ പറിക്കുന്ന. അപ്പൊ നമ്മളെ വീട്ടിൽ പേരക്കൻ ഒരു 3-4 മരം ഉണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ ഡെയിലി പേരക്ക തിന്നലാണ് ഇപ്പത്തെ പണി. പേരക്ക തിന്നലും പേരക്ക ജ്യൂസ് അടിക്കലും പേരക്ക പുഡിംഗ് ഉണ്ടാക്കലും ഇത് തന്നെയാണ് കേട്ടാ ഇപ്പത്തെ റൂട്ടി എന്ന് പറയുന്നത്. പേരൊക്കെ കായ്ക്കുന്ന നാട്ടിന്റെ 11, 20 മറിയൊന്നും പോലെ 11, 20, 21 ഒരു പാട്ടെടുത്താ പാട്ട് ഇതില് കിട്ടും എങ്ങനെ വെച്ചാല് അതാ കായ്ക്കുന്ന നാട്ടിന്റെ ഒരു കീസ പറയാത് നമ്മളെ ഒന്നിനായി മരം ചാഞ്ഞുകൊണ്ട് പോടെ മരം പോകുന്നില്ല അത് ഭയങ്കര മധുരന്ന് വയ്ക്കണ്ട രസമുണ്ടോ നോക്കണേ. മണപ്പിച്ച ടേസ്റ്റ് ചെയ്യോ അതെങ്ങനാ കോപ്പറേറ്റ് ഫോട്ടോ ഇത് വയ്ക്കണമെങ്കിൽ കവറിട്ട് നോക്കണം. പിന്നെ പഴുത്ത പേരൊക്കെ നോക്കിയിട്ട് അങ്ങനെ പെട്ടെന്ന് പറിക്കണം കേട്ടോ. അല്ലെങ്കിൽ കവറിട്ട് വെക്കണം. അല്ലെങ്കിൽ കാക്കയും പക്ഷികളെല്ലാം വന്നിട്ട് കൊത്തിയിട്ട് പോക്കുണ്ട്. പിന്നെ ഇടയ്ക്ക് തോന്നുമ്പോൾ പച്ചപ്പേരക്കയില്ലേ അത് പറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കലുണ്ട് കേട്ടോ. ഇപ്പൊ നോമ്പായിട്ട് കുറേ ആയി ഉപ്പിലിടാത്തത്. പേരക്ക ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടാ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ കഴിക്കാത്തവരുണ്ട് ഇതുവരെ ഉപ്പിലിട്ടത് കഴിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാൻ. നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ പറിക്കുന്ന അവിടെ നിന്ന് ഉരുണ്ടിട്ട് കുറച്ച് ഷോ എല്ലാം കാണിച്ച്. പിന്നെ മോൾ എണീക്കാത്തോടെ ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ. മോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനു. അപ്പോൾ അതെല്ലാം ചിന്തിച്ച് ഇങ്ങനെ വെറുതെ കുറച്ച് സമയം ഇങ്ങനെ പുറത്തെല്ലാം ഇരുന്ന് സമയം കളഞ്ഞിട്ടുണ്ടേനു. ഇപ്പം കേട്ടോ ഞാൻ പിന്നെയും ഫോട്ടോസിലെടുക്കൽ ഭയങ്കര കുറവ്. പണ്ട് എന്നെല്ലാം വെച്ചതിനുള്ള ഫോട്ടോ ക്യാമറ എവിടെ കണ്ടു അവിടെ പോയിട്ട് പോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടോണ്ട് ഈ ഡ്രസ്സിലുള്ള കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് വാങ്ങിച്ച മെയിനായിട്ടുള്ള ഡ്രസ്സ് ഉച്ച കഴിഞ്ഞാണല്ലോ ഇട്ടത്. ആ ഒരു ഡ്രസ്സിൽ ഒറ്റ പിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, തിരികെ കിട്ടിയിട്ടില്ലേനു. പിന്നെ ഇതാ കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ ഉമ്മ ഇവിടെ മുട്ടമാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾക്ക് മുന്നേ ഉമ്മ പറയുന്നുണ്ടേനു പെരുന്നാൾക്ക് മുട്ടമാലയും മത്സ്യം എന്തായാലും ആക്കി നോക്കണമെന്ന്. അൽസ ഒരു പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. മുട്ടമാല ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ മാഷാഅല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുട്ടൻ്റെ വെള്ള ഇഷ്ടമല്ല, ഈ ഒരു മഞ്ഞയില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടി. മുട്ടമാല നമ്മൾ അങ്ങനെ വെറുതെ അങ്ങനെ വീട്ടിലുണ്ടാക്കൂലല്ലോ. എന്തെങ്കിലും സൽക്കാരോ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പല്ലേ ആക്കലുള്ളൂ. അന്നേരം ഉമ്മ പറയുന്നുണ്ട് പെരുന്നാൾക്ക് ആക്കണമെന്ന്. അപ്പോൾ ഇത് ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. അതായത് ഒരു നൂല് പോലത്തെ ഷേപ്പ് കിട്ടാണ്ട് ഒരു പരന്ന ഷേപ്പായി പോയത്. അങ്ങനെ ചോറിനുള്ള മസാലയെല്ലാം നേരത്തെ റെഡി ആയിട്ടുണ്ടേനു. പിന്നെ ഇതാ ഇപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി പോക്കാന്നേ. അങ്ങനെ ആ ചോറിനുള്ള വെള്ളമെല്ലാം വെച്ച് അരിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറെല്ലാം ആയിട്ട് വേണം എല്ലാ വീട്ടിലേക്കും പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഐസ് വെള്ളം വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നത് കേട്ടോ. ഇങ്ങനെ ഐസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഇപ്പം എൻ്റെ തൊണ്ടക്ക് ഭയങ്കര പണി കിട്ടിയിട്ടാണുള്ളത്. അങ്ങനെ ഇതാ ഐസ് വെള്ളമെല്ലാം വെച്ച് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ചോറായി കഴിഞ്ഞിട്ട് അപ്പുറത്തെല്ലാം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന്. അങ്ങനെ ചോറ് അവിടെ നാകുന്ന സമയം കൊണ്ട് ഉമ്മ അൽസിയും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളാന്ന്. അങ്ങനെ പെരുന്നാൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കലിട്ടെന്ന് പറ്റി അങ്ങനെ തന്നതാണ് കേട്ടോ. ഈദ് മുബാറക്ക് എന്നെല്ലാം എഴുതിയിട്ട് നല്ല രസത്തിലാക്കിയിട്ടുണ്ട് മാഷാ അല്ലാ.
അങ്ങനെ ഈ ഒരു സമയത്ത് എൻ്റെ ഇക്കാക്കെല്ലാം കോൺഫറൻസ് ഇട്ടിട്ട് അങ്ങനെ ദുബായിലുള്ള അവരെല്ലാം വിളിക്കുന്നുണ്ടേനു. അപ്പോൾ അവരോടെല്ലാം ഇങ്ങനെ സംസാരിച്ച് ഇതിൻ്റെ വിഷെല്ലാം പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മയുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ ദമ്മലിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ബീഫ് ബിരിയാണിയാണ്. അങ്ങനെ ചോറും മത്സ്യം മുട്ടമാലയും എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് മോളും എണീറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്കെല്ലാം പോകാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെയാണ്. ഇവിടെ കയറിയപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഏടി പോണ്ടി വന്നിട്ടില്ല. എല്ലാവരും ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റിയേനെ. പിന്നെ ഇവിടെ നിന്ന് ജ്യൂസും കുറച്ച് സ്നാക്സും എല്ലാം കഴിച്ച് കുറേ സംസാരിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഈ ഒരു കൂണ് കണ്ട ഇതെപ്പോഴും ഇവിടെ ഇങ്ങനെ കാണാം. ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ അങ്ങ് മുളച്ച് വരും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോക്ക് ഇത്ര ടൈമായിട്ടും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും വീഡിയോസും എല്ലാം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ടും ഇടുക കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻ്റ് എല്ലാം പുതിയ ഓരോ കമൻറ്റ്സ് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്തെങ്കിലും ഒരു ഇമോജി എങ്കിലും കമൻ്റായിട്ട് ഇടുക. പിന്നെ ഇതാ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഫുഡെല്ലാം കൊണ്ടേക്കലാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി അൽസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അൽസക്ക് പഞ്ചസാര വേണമല്ലോ, അതുകൊണ്ട് ഒരു ബൗളിൽ പഞ്ചസാരയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള ചട്ടണി, തൈര് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിൽ മാങ്ങയും ബത്തക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഇതാ നമ്മൾ മുട്ടമാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറി വാങ്ങാൻ വേണ്ടിയിട്ട് മറന്നു പോയി കേട്ടോ. അല്ലെങ്കിൽ നടുക്കൊരു ചെറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവേനും കാണാൻ വേണ്ടിയിട്ട്. 12 മുട്ട കൊണ്ട് 6 പ്ലേറ്റ് മുട്ടമാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അൽസയും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പൊതുവേ അത്ര വലിയ അൽസ ഫാനൊന്നല്ല. നോർമലി നമ്മളൊരു കല്യാണത്തിനെല്ലാം പോയി കഴിഞ്ഞാൽ അധികം ഉണ്ടാകുന്നൊരു സംഭവമാണല്ലോ അൽസ. അന്നേരം ഞാൻ കഴിച്ച് തൊട്ട് നോക്കാത്തൊരു സംഭവമാണ് കേട്ടോ അൽസ എന്ന് പറയുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അങ്ങനെ ടേബിളിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉമ്മ ആക്കിയെടുത്ത അച്ചാറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. ബീഫ് ബിരിയാണിയും നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പെരുന്നാളല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചധികം മൊഞ്ചാക്കാന്ന് വിചാരിച്ചിട്ട് നല്ലോണം തന്നെ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 1 മണിയെല്ലാകുമ്പോഴത്തേക്കിനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാവരും നേരത്തെ ഫുഡ് കഴിച്ചാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം വിളമ്പിക്കൊണ്ടേച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കേട്ടോ ചിക്കൻ ഫ്രൈൻ്റെ മറന്നുപോയത്. ചിക്കൻ രാവിലെ ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടം പോലെയായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ആക്കി അങ്ങനെ മൂക്ക് ചേഞ്ച് ആക്കി കൊടുത്ത് അങ്ങനെയെല്ലാം പെട്ടെന്ന് എത്തിയോണ്ട് തന്നെ പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ചാമ്പക്ക ഉണ്ട് കേട്ടോ, ചാമ്പക്കൻ്റെ മരം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം ഇതന്നെയാണ് പണി, ചാമ്പക്ക അയക്കല്. അങ്ങനെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാത്ത ആദ്യത്തെ പെരുന്നാളായിരിക്കും കേട്ടോ ഇത് എൻ്റെ ഓർമ്മയിൽ. പിന്നെ മോളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് അതും പറ്റുന്നുണ്ടായിട്ടില്ല. മോളുടെ ഫോട്ടോ കേട്ടോ ഫസ്റ്റ് ഞാൻ എടുക്കാൻ വേണ്ടി നോക്കുക, പക്ഷെ എന്ത് കളി കളിച്ചിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് മോക്ക് പെരുന്നാൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ്. അങ്ങനെ ഫാമിലി വെഡിങ് ഉണ്ടല്ലോ കണ്ണൂരിലെ, അവിടെ നിന്ന് വാങ്ങിച്ചതേനു. അപ്പോൾ ഉള്ളിലിടുന്ന ആ ഒരു ഇന്നർ കണ്ട അത് മിന്ത്രയിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇവിടെ കുറേ ടൈം ഇങ്ങനെ വെറുതെ ഇരുന്ന് പിന്നെ എന്നെ ഇവിടെ ആക്കിയിട്ട് ഒരു മണിക്കൂറെല്ലാം ആകുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ. ആളിങ്ങോട്ടേക്ക് കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ പെരുന്നാൾക്ക് മെയിനായിട്ട് ഞാനും ഇപ്പം കഴിഞ്ഞ 2 കൊല്ലത്തെ പെരുന്നാൾക്കും നാട്ടിലുണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഹജ്ജ് പെരുന്നാക്കാൻ മറ്റുണ്ടായിന്, ബാക്കിയെല്ലാ പെരുന്നാൾക്കും ബഹ്റയിലേനു. പക്ഷെ നാട്ടിലത്തെ പെരുന്നാൾ വേറെ തന്നെ ഒരു രസമാണല്ലോ, ഗൾഫിലെ പെരുന്നാളിനേക്കാളും നല്ല രസമാണ് നാട്ടിലത്തെ പെരുന്നാൾ. അപ്പോൾ വരുമ്പോൾ ഞാൻ മോക്ക് നല്ല മൊഞ്ചിൽ മുടിയെല്ലാം കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. 2 ഭാഗത്തിലാക്കി മേച്ചായ ക്ലിപ്പെല്ലാം ഇട്ട് ഇപ്പം കണ്ട അവസ്ഥ. ഇപ്പം ഇതാണ് മെയിൻ പണി, ഇട്ട ഡ്രസ്സ് വരെ ഊരിച്ചാടും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടേനു.
അപ്പൊ വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു അത്തന്റെ ഒരു ബോക്സ് കണ്ടത്. ഇത് ഉമ്മയെല്ലാം തറവാട്ടിൽ ഉമ്മാന്റെ വീട്ടിൽ പോയപ്പോൾ ഉമ്മാന്റെ ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു 5 ഫ്ലേവറിന് എല്ലാം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഞാനൊന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ജാസ്മിന്റെ അത് അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുന്നില്ല, അതെന്തായാലും അറിയാലോ സ്മെല്ല്, അതുകൊണ്ട് അതങ്ങനെ എടുക്കുന്നില്ല. പിന്നെ എനിക്ക് സോളിഡും പിന്നെ ഐസ്ബർഗ് വേണ്ട, അത് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അത് രണ്ടും കുറേ സമയം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് സോളിഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പൊ നമ്മുടെ ഈദ് വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് പോകുക, ലൈക്ക് ചെയ്യാണ്ട് പോറ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.